ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മീൻ ഉപയോഗിച്ച് എന്നും തയ്യാറാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ്. ഫിഷ് മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മാരിനേഷൻ തയ്യാറാക്കിയെടുക്കാം. അധികം മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടിക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴമ്പ് പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ മസാല ഇപ്പോൾ നല്ലതുപോലെ തന്നെ കുഴമ്പ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെള്ളം ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് കട്ടിയിൽ വേണം എടുക്കാൻ. ഈ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ മീൻ നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഓരോന്നായിട്ട് മസാലയിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഫിഷ് മസാല തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം ദശ കട്ടിയുള്ള മീൻ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം 1/2 കിലോ തൂക്കം വരുന്ന മീൻ എടുത്തിട്ടുണ്ട്. ഇതിന് എല്ലാ മീനിലേക്കും നല്ലതുപോലെ തന്നെ മസാല മുഴുവനായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് ഞാനിപ്പോൾ മസാല തേച്ച് പിടിപ്പിക്കുന്നത്. മുഴുവൻ മീനും നല്ലതുപോലെ തന്നെ മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫിഷ് മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. മുഴുവൻ മീനും ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീനിപ്പോൾ ഫ്രൈ ചെയ്യാനിട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് മെല്ലെ ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവനായും തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അടുത്ത ഭാഗം കൂടി നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീനിൻ്റെ 2 ഭാഗവും നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ മീനും ഇതുപോലെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ മുഴുവൻ മീനും ഞാനിവിടെ കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 3 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായി മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ തന്നെ വഴന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചതച്ച് കൊടുത്തില്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാകും. ചേർത്ത് കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ച കുത്തൽ മാറുന്നത് വരെ 1 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നും തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഒരല്പം എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ സാധാ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ 1 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേറെ അധികമായിട്ട് ഒരു പൊടികളും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പൊടികളൊക്കെ ഇപ്പോൾ നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഒരു വലിയ തക്കാളി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചേർത്ത് കൊടുത്ത തക്കാളി നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചെടുത്ത് തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നന്നായി ഒന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. 1-2 മിനിറ്റ് ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ മസാലയിൽ പിടിച്ച് നല്ലതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വരും.
മീനായതുകൊണ്ട് തന്നെ ഒരല്പം പുളിക്ക് ആവശ്യമായിട്ട് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ കുതിർത്തിയെടുത്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറി പോലെയല്ല ഇത് തയ്യാറാക്കി എടുക്കുന്നത്, അല്പം റോസ്റ്റ് രൂപത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. വെള്ളം അധികമായാൽ ഇത് കറി പോലെ ആയിപ്പോവും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. മുഴുവൻ മീനും ഇതുപോലെ മസാലയിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മസാല മീനിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടി സൈഡിലുള്ള അരപ്പ് ഇതുപോലെ മീനിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ടും ഒന്ന് തേച്ച് കൊടുക്കാം. ഈ മുഴുവനും ഇപ്പോൾ നല്ലതുപോലെ തന്നെ മസാലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീൻ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ അടപ്പൊന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കറി നല്ലതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ കറിയുടെ മുകളിൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി മൊത്തത്തിലൊന്ന് അടി ചേർത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇപ്പോൾ അത്യാവശ്യം മീനിലൊക്കെ നല്ലതുപോലെ തന്നെ മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിക്കോ അപ്പത്തിനോ പൊറോട്ടയ്ക്കോ ദോശയ്ക്കോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു കിടിലൻ കോമ്പിനേഷനാണ് ഈ ഫിഷ് മസാല. ഇനി വീട്ടിൽ മീനൊക്കെ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.